കാലുവേദനയുമായി എത്തിയ സ്ത്രീയുടെ കാൽ ഞരമ്പുകൾ മുറിക്കുന്നു. ICUവിൽ ഡോക്ടർമാർക്ക് പാമ്പുകടി ഏൽക്കുന്നു. പലയിടങ്ങളിലും ചികിത്സയ്ക്ക് ആവശ്യമായ ഫ്ലൂയിഡുകളും മരുന്നുകളും കിട്ടാക്കനിയാകുന്നു. കട്ടിലിൽ നിന്ന് വീണ് രോഗി മരിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയുടെ കാലിൽ പുഴുവരിക്കുന്നു. അതാണ് പണ്ട് കാലത്ത് ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയുമെന്ന കെ മുരളീധരന്റെ പ്രശസ്തമായ വചനങ്ങൾ ശരിയായി. ഷിഗല്ല, നിപ, ഡെങ്കി, വെസ്റ്റ് നൈൽ തുടങ്ങി മാരക രോഗങ്ങൾ എല്ലാം കൂടി ഇങ്ങ് വരുമ്പോൾ VD സതീശനും കെ മുരളീധരനും ഉപയോഗിച്ച വാക്കുകൾ തന്നെ വീണ്ടും ഉപയോഗിക്കാം. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. വയനാട് ജില്ലയിൽ മാത്രം 502 പേർക്കാണ് ഷിഗല്ല രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇത്രയും അധികം ഷിഗല്ല കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടും രോഗത്തിന്റെ വ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചില്ലെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചിട്ട് 24 മണിക്കൂറാകാൻ പോകുന്നു. എന്നിട്ടും രോഗിയുടെ റൂട്ട് മാപ്പ് പോലും തയ്യാറാക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കൊറോണ നിയന്ത്രിച്ചതിന്റെ കാരണം വേറെ ഒന്നല്ല, 30 ഡിഗ്രി സെൽഷ്യസ് ചൂടിന് മേലെയുള്ള ഒരു പ്രദേശത്തും കൊറോണ വൈറസ് ഉണ്ടാവില്ല. കേരളത്തിന്റെ താപനിലയിൽ കോവിഡ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ മുരളീധരൻ ആരോഗ്യമന്ത്രിയായ ശേഷം ഗുരുതര ചികിത്സാ വീഴ്ചകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകോത്തരമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഒറ്റപ്പെട്ട വീഴ്ചകൾ പെരുപ്പിച്ചു കാണിച്ച് അധികാരത്തിലെത്തിയൊരു സർക്കാർ തുടരെ ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ വീഴ്ചകൾ വരുത്തുന്നത് സ്വാഭാവികമല്ല. മലയാളികൾക്ക് പൊതുജനാരോഗ്യ സംവിധാനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി സ്വകാര്യ ആരോഗ്യ ലോബിയുടെ മാർക്കറ്റ് കേരളത്തിൽ ലാഭത്തിലാക്കുക എന്ന വലിയ ജോലിയാണ് UDFനുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്വകാര്യ ആശുപത്രി ലോബികൾ വീശിയെറിഞ്ഞ കടം തീരും വരെ ഇനിയും വീഴ്ചകളുണ്ടാകും. ഇനിയും റിപ്പോർട്ടുകൾ ആവശ്യപ്പെടും. അവയെല്ലാം സുരക്ഷിതമായി ചിറകിനടിയിൽ ഒളിപ്പിച്ചത് നമ്മുടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അതിനുമേൽ ഇങ്ങനെ അടയിരിക്കും. ഈ കഴുകന്മാരെ കേരളം തിരിച്ചറിയണം.